എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഡേ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. 4 മണിക്കാണ് എഴുന്നേറ്റത്. 4 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം കുറേ നേരം മൂവി കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ സമയം പോയി. പിന്നെ 7 മണിയായി കിച്ചണിലോട്ട് കയറിയപ്പം. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ആർക്കും തിരക്കോ കാര്യങ്ങളോ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ. ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കടലക്കറി. പിന്നെ അപ്പം ഉണ്ടാക്കണം. അത്രയൊക്കെയാണ് പണികൾ രാവിലത്തെ. എൻ്റെ കയ്യിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. ഈ ഒരു മൂവിയായിരുന്നു ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ, ഐഡൻറ്റിറ്റി. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, കുഴപ്പമില്ല കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. കറി ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ, കടലക്കറി. പിന്നെ ഇത് വെള്ളയപ്പമാണ് ഉണ്ടാക്കി എടുക്കുന്നത്. വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഇവിടെ ഉണ്ട്, എന്നാലും എളുപ്പത്തിന് ഇതിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലുണ്ടാക്കുമ്പോൾ നടുക്കൊരു മുഴയൊന്നും ഉണ്ടാവില്ലെന്നുള്ളൂ. ഇങ്ങനെ പരന്നാട്ടോ ഇരിക്കുന്നത്. കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി അരയ്ക്കുന്നതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് മുൻപ്. പിന്നെ അതാ വെള്ളം തിളച്ചിട്ടുണ്ട്, അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ഫുഡിൻ്റെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള കറികളും വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഫുഡ് റെഡിയായെങ്കിലും ആരും എഴുന്നേറ്റ് വന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ട്. അപ്പം ഇന്ന് ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പം ഇത് രണ്ടും കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഈ മുരിങ്ങക്കായൊക്കെ സൂക്ഷിക്കുന്ന വിധം ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് മുൻപ്. കുറച്ച് പഴയതാണ് കേട്ടോ വീഡിയോ ഒക്കെ. അപ്പം നമ്മൾ പുതിയതായിട്ട് കിട്ടുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്രീസ് ചെയ്ത അത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ. ചക്കക്കുരും തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ അത് കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ചക്കക്കുരും പഴയതുപോലെ ഒന്നല്ല ഇരിക്കുന്നത്, നമ്മൾ പുതിയ ചക്ക എടുക്കുന്ന കുരുവിൻ്റെ അതേ ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. മാങ്ങയും ഇതേപോലെ ഫ്രീസറിൽ വെക്കാം, പക്ഷേ ഞാൻ മാങ്ങയൊന്നും ഫ്രീസറിൽ വെച്ചിട്ടില്ല. ഇതിപ്പോൾ ഫ്രഷായിട്ട് കിട്ടിയ മാങ്ങയാണ്. പിന്നെ മീനുണ്ട് വറക്കാനായിട്ട്, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ വെന്ത് വന്നപ്പം മാങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ചക്കക്കുരു അപ്പുറത്ത് കുക്കറിലിരുന്ന് വേകുന്നുണ്ട് കേട്ടോ. പിന്നെ കറിക്ക് അരയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത് കാന്താരിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചെറിയുള്ളിയും ഒരു ചെറിയ പീസ് വെളുത്തുള്ളി കേട്ടോ. ഇത്രയാണ് അരയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. തേങ്ങ അരച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ കറിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി രാവിലത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ സെറ്റായി. ഇനിയിപ്പം ചോറ് മാത്രമേ വേകാനായിട്ടുള്ളൂ. അപ്പോൾ അത് അടുപ്പത്തിരിപ്പുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് നനയ്ക്കാനായിട്ട് വന്നു. അടുക്കളത്തോട്ടത്തിനകത്തുള്ളതൊക്കെ നനയ്ക്കാനായിട്ട് വന്നു കേട്ടോ. വെണ്ടയൊക്കെ പുതിയത് പാകിയതുണ്ടായിരുന്നു. ഇത് കുറ്റിപ്പയറാണ്. കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. 4-5 ചോടെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ചോളമാണ്. അത് വെറുതെ ഇട്ടതാട്ടോ, മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് മാലാക വഴുതന, വള്ളി അമര. അപ്പം ഈ അമരപ്പയറൊക്കെ തോരൻ വെക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ അടുത്തിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് പച്ചച്ചീര വെറുതെ വിത്തിട്ടതാണ് കേട്ടോ. അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നനയ്ക്കാനുണ്ട്. ഇപ്പോൾ 2 നേരം നനച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. കാറ്റും വെയിലും കൂടെ ഉള്ളൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 2 നേരം നനയ്ക്കും. ഓരോന്നിൻ്റെ ചോട്ടിൽ കൂടെ ഇങ്ങനെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നനവ് നിൽക്കാനായിട്ട്. നനയ്ക്കുന്നത് കുറച്ച് നേരം നനയ്ക്കുന്നുണ്ട്, നിർത്തി അധികം നേരം നനയ്ക്കുന്നുണ്ട്. പിന്നെ ഇനി കുറച്ച് ചുവപ്പ് ചീരയും കൂടി നടാനുണ്ട്. പച്ചച്ചീര ഓൾറെഡി മുളച്ചിട്ടുണ്ട്. ചുവപ്പ് ചീരയ്ക്ക് വേണ്ടിയിട്ട് തടമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വിത്ത് പാകാനാണ്. ഇത് പയർ നട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വിത്താണ് പാകുന്നത്, ചുവപ്പ് ചീരയുടെ. അപ്പോൾ ഇനി വിത്ത് പാകിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മുളച്ച് കിട്ടുവേ. ഇപ്പം ഞാൻ ഈ പാകി കൊടുക്കുന്ന ചീരയുടെ വിത്തൊന്നും പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയിട്ട് വിത്തുകൾ കിട്ടുന്നതാണ്. അപ്പം അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഉറുമ്പൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മുളച്ച് കിട്ടും. പിന്നെ അലക്കാനുള്ള കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് ലിക്വിഡ് മുക്കി വെക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് അതുപോലെ തന്നെ തൂത്ത് തുടച്ചൊക്കെ ഇടുന്നുണ്ട്.
ഇത് പിന്നെ നമ്മുടെ ഈ ഒരു പുകയടുപ്പിൻ്റെ ഹോളാണ് കേട്ടോ. ഇതിൽ ഒരു മാസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നിറച്ചും ചാരം ഉണ്ടാകും. ചാരമല്ല, ഒരു പുകക്കരി കേട്ടോ. അതിങ്ങനെ മാസത്തിൽ എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുക ഇങ്ങനെ ബ്ലോക്കായിട്ട് പുറത്തേക്ക് നന്നായിട്ട് പുകയാവും. പിന്നെ അടുക്കളയൊക്കെ പുക കിട്ടും. അപ്പോൾ ഇതേപോലെ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഒരു പുക അങ്ങ് കുറഞ്ഞിട്ടും. പിന്നെ കത്തിക്കുമ്പോൾ ഒട്ടും പുക ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലെ മിറ്റവും കൂടി തൂക്കാനുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് തൂത്ത് വരുവാണ്. ഇത് നമ്മുടെ ബാംഗ്ലൂർ ബുഷ് പപ്പായയാണ് കേട്ടോ. ഇതിലൊരു ഏകദേശം ഒരു 3 കിലോ ഒക്കെ വെയിറ്റ് വരുന്ന പപ്പായ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ 2 നല്ല മൂത്തതുണ്ടായിരുന്നു. അത് ഞാൻ പഴുപ്പിക്കാനായിട്ട് പറിച്ച് വെച്ചിട്ടുണ്ട്. അത് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുവാണ്, ഒതുക്കിയിടുവാണ്. പാത്രങ്ങളൊക്കെ അപ്പുറത്ത് വെച്ചിട്ടാട്ടോ കഴുകുന്നത്. അതവിടെ കഴുകാനായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പഴുത്ത പപ്പായാണ് കേട്ടോ. ഞാൻ നട്ടതാണ്. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങി നട്ടിട്ട്. നഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ തൈ മേടിച്ചത്. ഒരു തൈക്ക് ഏകദേശം 40 രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീഡുണ്ട്. സീഡ് ഇട്ടാൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇട്ട് നോക്കുന്നുണ്ട്. അപ്പം തൊലി അതിൻ്റെ പുറത്തിരിക്കുന്നത് അത് കേടായതൊന്നും അല്ല കേട്ടോ. അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ടാണ് കാണിക്കുക. അത്യാവശ്യം നല്ല മധുരമുണ്ട്, നല്ല കളറുണ്ട്. വീഡിയോയിൽ അങ്ങനെ കളറൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പിന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒപ്പം ഇതേപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും. മറ്റേ നമ്മുടെ നാടൻ പപ്പായ അങ്ങനെ അളിഞ്ഞു പോവില്ല, ആ ഒരു ടൈപ്പ് നല്ല കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. കൊള്ളാം, നല്ലതാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വിശ്രമമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി തുടങ്ങുകയാണ്. ഈ ഒരു കിച്ചണങ്ങ് ക്ലീൻ ചെയ്തിടാനുണ്ട്. പിന്നെ തുണികൾ മുക്കി വെച്ചതും അലക്കാനുണ്ട്. അപ്പോൾ ഇന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇത്രയും ടൈം പോയത് കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എല്ലാ ജോലിയും തീരുന്നതാണ്. അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പം തൊണ്ടിപ്പെരുന്നാളിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. അതിന് പോയി. DJയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ആ ഒരു വഴിയൊന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. എല്ലാവരും കൂടി, ഞാനും ചേട്ടയും പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി പോകണം കേട്ടോ. വഴിയൊക്കെ ഇതേപോലെ അത്യാവശ്യം ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആൾ ഉണ്ട് കേട്ടോ, നിറച്ചും. പള്ളിയിലൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ വെറുതെ വന്ന് നിന്നതാണ്. പ്രദക്ഷിണമൊക്കെ വൈകിട്ടാവും തുടങ്ങണമെങ്കിൽ. അപ്പോൾ വെറുതെ ഇതെല്ലാം കണ്ടുകൊണ്ട് വന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം.